നമസ്കാരം. എറണാകുളം കാക്കനാട് തെങ്ങോട് സർക്കാർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ദേഹത്ത് നായ്ക്കുറണ പൊടി വിതറിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ജുവനൈൽ നിയമപ്രകാരം സഹപാഠികളായ 5 വിദ്യാർത്ഥിനികൾക്കെതിരെയും BNS നിയമപ്രകാരം സ്കൂളിലെ 2 അധ്യാപകർക്കെതിരെയുമാണ് കേസ്. കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത്. SSLC പരീക്ഷ പൂർത്തിയായാൽ ഉടൻ തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും. അതേസമയം പെൺകുട്ടിക്ക് പരീക്ഷ എഴുതാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതായി സ്കൂൾ അധികൃതർ അറിയിച്ചു. ശനിയാഴ്ച വൈകുന്നേരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കുട്ടിയുടെ അമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കുട്ടിയുടെ മൊഴി പോലീസ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. തെങ്ങോട് ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെയാണ് സഹപാഠികൾ നായ്ക്കുറണ പൊടി എറിഞ്ഞത്. 5 വിദ്യാർത്ഥികൾക്കെതിരെയും 2 അധ്യാപകർക്കെതിരെയുമാണ് വിദ്യാർത്ഥിനി പരാതി പറഞ്ഞത്. നായ്ക്കുറണ പൊടി എറിയുന്നതിന് മുൻപ് ഇതേ വിദ്യാർത്ഥികൾ തന്നെ ഡെസ്ക് ഉപയോഗിച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്ന് വിദ്യാർത്ഥിനി പോലീസിനോട് പരാതി ഉന്നയിച്ചു. സംഭവമുണ്ടായ ശേഷം പിന്തുണ നൽകാതെ ക്ലാസ്സിലിരിക്കാൻ നിർബന്ധിച്ചു എന്നാണ് അധ്യാപകർക്ക് നേരെ ഉന്നയിച്ച പരാതി. ബോധപൂർവമുള്ള ഉപദ്രവിക്കൽ എന്ന കുറ്റമാണ് ഇവർക്കെല്ലാവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. മാർച്ച് 3 കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് SSLC പരീക്ഷ ആരംഭിക്കുന്നതിനാൽ ഈ കുട്ടികളുടെ മൊഴിയെടുക്കുന്നതും മറ്റ് നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ആശങ്കയുണ്ട്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 3 സംഭവം നടന്നത്. ദിവസങ്ങളോളം കാക്കനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഈ പെൺകുട്ടി. മോഡൽ എക്സാം പോലും കുട്ടിക്ക് എഴുതാനായില്ല. ഇത് ചെയ്ത വിദ്യാർത്ഥിനികളുടെ പേരിൽ സ്കൂൾ അധികൃതരോ പോലീസോ കൃത്യമായ നടപടി സ്വീകരിക്കാത്തത് പെൺകുട്ടിക്കും കുടുംബത്തിനും പ്രയാസം ഇരട്ടിയാക്കി. മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് ഏറെ ബുദ്ധിമുട്ടിലായ പെൺകുട്ടി ഹാജരായില്ലെങ്കിൽ പരീക്ഷ എഴുതാനാവില്ലെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ക്ലാസ്സിലിരുത്താനുള്ള ശ്രമം നടന്നതായി കുട്ടിയുടെ അമ്മ ആരോപിച്ചു. ഫെബ്രുവരി 3 നടന്ന സംഭവത്തിൽ 17 പരാതിയുമായി പോലീസിനെ സമീപിച്ചെങ്കിലും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെ കാര്യമായ നടപടിയെടുക്കാൻ സാധിക്കില്ലെന്നാണ് അവർ പറയുന്നതെന്നും കുട്ടിയുടെ അമ്മ പരാതിപ്പെട്ടു. കൊച്ചി കാക്കനാട് തെങ്ങോട് സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് സഹപാഠികളുടെ ക്രൂരതയിൽ 2 ആഴ്ചയായി മാനസികവും ശാരീരികവുമായി തളർന്നിരിക്കുന്നത്. ക്രൂരമായ ആക്രമണം ഉണ്ടായിട്ടും ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക് പോലും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നത് പെൺകുട്ടിക്കും കുടുംബത്തിനും തീരാ നോവ് ഉണ്ടാക്കിയിരിക്കുകയാണ്. നായ്ക്കുറണപ്പൊടി ദേഹത്ത് വീണാലുള്ള അനുഭവം പണ്ടത്തെ ആൾക്കാർ കേട്ടുള്ള പരിചയമേ ഉള്ളൂ. ഇപ്പോൾ അത് കണ്ടു. ദുഷ്ടന്മാരുടെ പോലും ഈ ക്രൂരത പാടില്ലെന്നാണ് പെൺകുട്ടിയുടെ ബന്ധു പറഞ്ഞത്. 1 മാസത്തോളം പള്ളിക്കരയിലെ ഈ 10ാം ക്ലാസ്സുകാരി അനുഭവിക്കുന്ന ദുരിതം കണ്ടാൽ ആരും അതുതന്നെ സാക്ഷ്യം വെക്കും. ശരീരത്ത് ചൊറിച്ചിൽ സഹിക്കാൻ പറ്റാതായപ്പോൾ എന്താണിതെന്ന് ഞാൻ ചോദിച്ചു. പിന്നീട് വാഷ്റൂമിലേക്ക് ഓടിപ്പോയി. ഇവരോടെല്ലാം ഞാൻ പറഞ്ഞു സഹിക്കാൻ വയ്യ, ടീച്ചറോട് പറയണമെന്ന്. ആരും അറിയിച്ചില്ല. അടുത്ത ദിവസം ആയപ്പോഴേക്കും കാലുകൾ കൂട്ടിവെക്കാൻ പറ്റാത്ത അവസ്ഥയിലായി താനെന്നും പെൺകുട്ടി പറയുന്നു. നായ്ക്കുറണപ്പൊടി പ്രയോഗത്തിൽ വിദ്യാർത്ഥിനിക്ക് ദുരിത ജീവിതമാണ് നയിക്കേണ്ടി വന്നിരിക്കുന്നത്. കടുത്ത ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് ബോർഡ് പരീക്ഷ എഴുതാനാവാത്ത അവസ്ഥയിലായിരുന്നു വിദ്യാർത്ഥിനി. സംഭവ ദിവസം നായ്ക്കുറണപ്പൊടി ദേഹത്ത് വീണ് ചൊറിച്ചിൽ സഹിക്കാനാകാതെ ബാത്റൂമിൽ നിന്ന് താൻ കരയുമ്പോൾ സഹപാഠികൾ പുറത്തുനിന്ന് ചിരിക്കുകയായിരുന്നുവെന്ന് വേദനയോടെ പെൺകുട്ടി ഓർത്തെടുക്കുന്നു. സ്വകാര്യ ഭാഗങ്ങളിൽ വരെ ചൊറിച്ചിലും അസ്വസ്ഥതയും മൂലം കടുത്ത മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളിലൂടെയാണ് ഈ പെൺകുട്ടി കടന്നു പോകുന്നത്. കുട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ITയുടെ എക്സാമിന് ശേഷം ഞാൻ ക്ലാസ്സിൽ വന്ന് കിടക്കുകയായിരുന്നു. സഹപാഠി ബാഗിൽ നിന്ന് നായ്ക്കുറണം എടുത്ത് മറ്റുള്ളവരോട് പറയുന്നുണ്ടായിരുന്നു. ഇത് പുലർച്ചെ 5 മണിക്ക് പോയി പറിച്ചതാണ്, ചൊറിയുന്ന സാധനമാണെന്നൊക്കെ. ഇത് പറഞ്ഞ് ക്ലാസ്സിലെ മറ്റൊരു കുട്ടിയുടെ മേലേക്ക് ഈ സാധനം ഇട്ടു. അയാളത് എടുത്തെറിഞ്ഞത് എൻ്റെ ദേഹത്തേക്ക് വീണു. അപ്പോൾ തന്നെ തട്ടിക്കളഞ്ഞതാണ്. പക്ഷേ അതിൻ്റെ പൊടി എൻ്റെ മേലേക്ക് വീണു ചൊറിയാൻ തുടങ്ങി. ഞാൻ നേരെ ബാത്റൂമിലേക്ക് പോയി കോട്ടെല്ലാം അഴിച്ചപ്പോഴേക്കും എല്ലാം പൊടിയും ദേഹത്തായി. ക്ലാസ്സിലെ കുട്ടികളോട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ചൊറിയുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സോപ്പ് വാങ്ങി വരാം, നീ ഒന്ന് കുളിക്ക് ശരിയാകും എന്നാണ് അവർ പറഞ്ഞത്. കുളിച്ചു കഴിഞ്ഞതും ചൊറിച്ചിൽ സഹിക്കാനാകാതെയായി. അന്നേരം അവർ പോയി എണ്ണ വാങ്ങി വന്നു. അപ്പോഴേക്കും ദേഹമാകെ ഇത് പടർന്നിരുന്നു. സ്വകാര്യ ഭാഗങ്ങളിൽ വരെ സഹിക്കാനാകാതെ ചൊറിച്ചിൽ വന്നപ്പോൾ ഇവർ ലാക്ടോ കലാമിൻ വാങ്ങാനായി പുറത്തുപോയി. അന്നേരമാണ് ഹിന്ദി ടീച്ചർ ഇവർ പോകുന്നത് കാണുന്നത്. എന്തിനാ ലാക്ടോ കലാമിൻ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് പീരിയഡ്സിന്റെ ഭാഗമായി ചൊറിച്ചിലുണ്ടെന്നാണ്. അന്നേരവും അവർ ടീച്ചറോട് കാര്യങ്ങൾ പറഞ്ഞില്ല. പക്ഷേ ടീച്ചർ എന്നെ കാണാൻ വന്നു. വാതിൽ തുറക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ടീച്ചറെ ഇങ്ങനൊരു പൊടി മേത്ത് വീണു, ഞാൻ വസ്ത്രം മാറി നിൽക്കുകയാണ്, ചൊറിച്ചിൽ സഹിക്കാനാകുന്നില്ല എന്ന്. ടീച്ചർ പുറത്തു നിൽക്കുന്നവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതും ഞാൻ കേൾക്കുന്നുണ്ട്. നായ്ക്കുറണപ്പൊടിയാണെന്ന് ആദ്യം അവർ സമ്മതിച്ചില്ല. കുറേ കള്ളം പറഞ്ഞു. ടീച്ചറാണ് അമ്മയെ വിളിച്ച് എനിക്കുള്ള ഡ്രസ്സ് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നത്. അമ്മയെത്തിയാണ് എന്നെ കാക്കനാട് പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ കൊണ്ടുപോകുന്നത്. മണിക്കൂറുകളോളം എനിക്ക് വസ്ത്രമില്ലാതെ നിൽക്കേണ്ടി വന്നു. അന്നേരവും അടിവസ്ത്രങ്ങൾ ധരിക്കാത്തതുകൊണ്ടാണ് അവിടെയൊക്കെ ചൊറിയുന്നതെന്ന് പറഞ്ഞായിരുന്നു കളിയാക്കിയിരുന്നത്. പരീക്ഷയ്ക്ക് പഠിക്കാൻ പോലും ഇപ്പോഴെനിക്ക് പറ്റുന്നില്ലെന്നും പെൺകുട്ടി പറയുന്നു.